Ramadan Majlis. Ramadan Majlis. Cleanse your soul with Radio Malayalam 98.6 FM. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് റമളാൻ മജ്ലിസിൽ ബദർ നൽകുന്ന പാഠം എന്ന വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ഷഫ്ന അബ്ദുൽ വാഹിദ്. ഹിജറ 2-ാം വർഷം റമളാൻ 17-ന് മദീനയുടെ തെക്ക് പടിഞ്ഞാറ് ബദറിൽ വെച്ച് യൗമുൽ ഫുർഖാൻ എന്ന പേരിൽ 313 മുസ്ലിം പടയാളികളും 1000-ലധികം വരുന്ന മക്കയിലെ പ്രവാചക പ്രതിയോഗികളായ സൈന്യവും തമ്മിൽ നടന്ന പോരാട്ടമാണ് ബദർ. ചരിത്രത്തിലെ തുല്യതയില്ലാത്ത ഏടുകളിലൊന്നാണത്. മക്കയിൽ നിന്ന് ആരംഭിച്ച പീഡനമർദ്ദനങ്ങൾക്ക് അറുതി വരുത്തി വിശ്വാസികളുടെ വിമോചനത്തിൽ പര്യവസാനിച്ച സമരമായിരുന്നു ബദർ. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തിന്റെയും അതോടൊപ്പം നീതിയുടെയും സന്ദേശവാഹകനായിരുന്നു. മർദ്ദിതരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ന്യായമായ മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കാൻ പ്രവാചകൻ നടത്തിയ പോരാട്ടമായിരുന്നു ബദർ. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ സഹനം അവലംബിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കുകയുമാണെങ്കിൽ ശത്രുക്കളുടെ തന്ത്രങ്ങൾ ഒരർത്ഥത്തിലും നിങ്ങൾക്ക് പോറലേൽപ്പിക്കുകയില്ല. ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ അതിജയിക്കുക എന്നൊരു പ്രതിഭാസമുണ്ട്. അത് അത്ഭുതകരമായിരിക്കും, പക്ഷേ അപൂർവമല്ല. അചഞ്ചലമായ ദൈവവിശ്വാസവും ത്യാഗസന്നദ്ധതയും മനക്കരുത്തുമായി നബിയും അനുചരന്മാരും പോരാട്ടത്തിനിറങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടായി. സായുധരും സുസജ്ജരുമായ മാലാഖമാരെ അള്ളാഹു സഹായത്തിനയച്ചു. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരെ അവൻ സഹായിക്കുമെന്നതിന്റെ തെളിവായിരുന്നു ബദറിലെ വിജയം. ഖുറൈശികളുടെ 2 സൈന്യങ്ങളിൽ വലിയതിനെ തന്നെ നേരിടാൻ പ്രവാചകൻ തീരുമാനിച്ചത് അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിച്ചുകൊണ്ടാണ്. അന്തിമ വിജയം അള്ളാഹുവിൽ നിന്നാണ് എന്നതാണ് ബദർ നൽകുന്ന പ്രധാന പാഠം. ആൾബലവും സൈനിക ശക്തിയുമല്ല വിശ്വാസികളുടെ വിജയത്തിന്റെ അടിസ്ഥാനം. അച്ചടക്കവും അർപ്പണ മനോഭാവവും ത്യാഗസന്നദ്ധതയുമാണ് വിശ്വാസി സമൂഹത്തെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ബദർ നൽകുന്ന ഉദാഹരണം. ഈ ലോകത്ത് മനുഷ്യന്റെ ആസൂത്രണങ്ങൾക്കും അതീതമാണ് അള്ളാഹുവിന്റെ ആസൂത്രണം എന്നത് ബദർ നൽകുന്ന തിരിച്ചറിവാണ്. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസത്തിൽ ഉറച്ചുനിന്ന് മുന്നേറിയവരാണ് ബദറിലെ പോരാളികൾ. അതുകൊണ്ടാണ് ചെറിയൊരു സംഘത്തെ നേരിടാൻ ഇറങ്ങിത്തിരിച്ച വിശ്വാസി സമൂഹം അവരെക്കാൾ ആയുധബലവും സംഘബലവുമുള്ള വലിയ സംഘത്തെ നേരിടേണ്ടി വന്നപ്പോഴും പതറാതെ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ തഖ്വയോടും തവക്കുലോടും കൂടി ഉറച്ചു നിന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന വലിയ വിജയങ്ങളാണ് എന്ന പാഠം ബദർ നൽകുന്നു. വിശ്വസിച്ച് മുന്നേറുന്നവർക്ക് അള്ളാഹുവിന്റെ അഭൗതികമായ സഹായമുണ്ടാകും എന്നതാണ് ബദർ നൽകുന്ന മറ്റൊരു പാഠം. അഭൗതിക കാര്യങ്ങളിലുള്ള വിശ്വാസം എന്ന ഇസ്ലാമിന്റെ വിശ്വാസ അടിസ്ഥാനത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ബദറിൽ വിശ്വാസികൾക്ക് ലഭിച്ച സഹായം. സായുധരും സുസജ്ജരുമായ മലക്കുകളാൽ വിശ്വാസികളെ അള്ളാഹു സഹായിച്ചു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നാം തയ്യാറാണെങ്കിൽ അഭൗതിക ശക്തികൾ കൊണ്ട് സൃഷ്ടാവിന്റെ സഹായം വന്നെത്തും എന്ന ആത്മവിശ്വാസമാണ് ബദർ നമുക്ക് നൽകുന്നത്. ഈ ബദറിനെ റമളാനോട് ചേർത്ത് വെക്കുമ്പോൾ റമളാൻ ഒരേ സമയം റവല്യൂഷന്റേതും റെസല്യൂഷന്റേതും കൂടിയാകുന്നു. പൈശാചിക ശക്തികൾക്കെതിരെയുള്ള ദൈവിക ശക്തിയുടെ പോരാട്ടമാകുന്നു. പോരാട്ട വിജയത്തിനൊടുവിൽ ദൈവിക മാർഗത്തിൽ ജീവിതം തുടരും എന്ന അടിയുറച്ച പ്രതിജ്ഞ കൂടിയാകുന്നു. ദൈവമാർഗത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന എല്ലാ ശക്തികളോടുമുള്ള പോരാട്ടമാവട്ടെ ഈ റമളാൻ. ബദറിലെ പോരാളികളുടെ ജീവിത വിശുദ്ധിയും നിലപാടുകളും സ്വായത്തമാക്കുക എന്നിടത്താണ് വിശ്വാസി നിലകൊള്ളേണ്ടത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ പ്രാർത്ഥനയോടെ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് നിലകൊള്ളുക. അള്ളാഹുവിന്റെ സഹായം വന്നെത്തുക തന്നെ ചെയ്യും. ബദറിന്റെ ഈ ജീവിത പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് റമളാൻ ജീവസുറ്റതാക്കാൻ നാഥൻ നമ്മെ ഏവരെയും തുണയ്ക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Ramadan Majlis.